ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കന് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ഉപ്പാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് ചിക്കൻ മസാലയും 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് സോയാ സോസും 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി നീരും കൂടെ ചേർത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 കപ്പ് ചിക്കനോളം ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കനിൽ മസാലപ്പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണ്ടത് പൊരിച്ചെടുക്കാൻ. ഈ ഒരു കളറാകുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മസാലയിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ മക്കൾക്കൊന്നും എരിവ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളം വറ്റി വരുന്നവരെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. നൂഡിൽസിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തുകണേ. എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റണം. ഇനി ഒരു ബ്രെഡ് എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ മുക്കി കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിലെ വെള്ളം മുഴുവനായിട്ടൊന്ന് ഒഴിവാക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസിൻ്റെ ഫില്ലിങ്ങില്ലേ, അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വേണം പൊരിച്ചെടുക്കാൻ. തീ നല്ലോണം കൂട്ടി വെച്ചാൽ ബ്രെഡല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തീ നല്ലോണം കുറച്ച് വെച്ചാൽ നമ്മളെ പലഹാരം എണ്ണ കുടിക്കുകയും ചെയ്യും. ഇനി തിരിച്ചു മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്ന വരെ പൊരിച്ചെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്രെഡും നൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.